സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 49ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കറക്റ്റായിട്ട് ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോയ്ക്ക് പറ്റുന്നത്ര മാക്സിമം ലൈക്ക് നിങ്ങൾ കൂട്ടിത്തരിക. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നേരെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ റൂക്കി ആണെങ്കിൽ വളരെയധികം വിഷമിച്ച് ഒരു തറയിൽ കിടന്ന് തൻ്റെ പാസ്റ്റ് എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മുടെ റൂക്കി ആണെങ്കിൽ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുകയാണ്. സോ ഇത് കണ്ട കുറച്ച് പേർ അവിടെ നിന്ന് പറയുകയാണ്, നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് അവളെ ആണെങ്കിൽ ഒരു നോബൽ ഫാമിലി ആയിട്ടുള്ള കുച്ചിക്കി ഫാമിലി അവളെ അഡോപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷനാണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഓഫീസേഴ്സ് റൂക്കിയുടെ അടുത്ത് ചെല്ലും. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സോൾ റിപ്പേഴ്സിന് അസൂയാവുകയാണ്. നമ്മുടെ റൂക്കി ആണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ക്ലാനിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂക്കി അവിടെ കിടന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു ഷിബാക്കി വരുന്നത്. സോ നമ്മുടെ ഷിബാക്കി വന്നോടനെ തന്നെ ഏതോ ഒരു ഭ്രാന്തനെ പോലെ റൂക്കി എടുത്ത് വന്ന് എന്തൊക്കെയോ കോക്രത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ റൂക്കിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അതുമാത്രമല്ല, ഇവനൊരു ഭ്രാന്തനാണെന്ന് വിചാരിക്കുകയാണ്. ഹേ റൂക്കി, 13th സ്ക്വാഡിലേക്ക് നിനക്ക് സ്വാഗതം. അതുമാത്രമല്ല, 13th സ്ക്വാഡിലെ ലൂട്ടനന്റ് ആണ് ഞാൻ. ഞങ്ങളുടെ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റനെക്കാട്ടിൽ എനിക്കാണ് കൂടുതൽ വിലയുള്ളത്. കാരണം സ്ക്വാഡിലെ കാര്യങ്ങളെല്ലാം മുന്നറിഞ്ഞ് നോക്കുന്നത് ഞാനാണ്. മാത്രമല്ല സ്ക്വാഡിലെ ഒരു ടോപ്പ് മെമ്പർ കൂടാണ് ഞാൻ. സോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ റൂക്കി അവിടെ കിടന്ന് ചിരിക്കുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റൂക്കിയെ ഒരു കൊച്ചു കുട്ടീനെ പോലെ നോക്കുകയാണ് നമ്മുടെ ഷിബ. വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഷിബാക്കിയാണെങ്കിൽ സ്ക്വാഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നീ ഞങ്ങളുടെ സ്ക്വാഡ് മെമ്പേഴ്സിനൊന്നും കണ്ടിട്ടില്ലല്ലോ, കണ്ടു. അങ്ങനെ നമ്മുടെ റൂക്കിയെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരുപാടധികം സ്ക്വാഡിലെ മെമ്പേഴ്സ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരുപാടധികം കോക്രത്തരം കാണിക്കുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഷിബാക്കിയുടെ വൈഫ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവളും പറയുകയാണ് 13th സ്ക്വാഡിലേക്ക് സ്വാഗതം. സോ അങ്ങനെ ഫൈനലി നമ്മുടെ റൂക്കിക്ക് ഇപ്പോൾ ഒരു നല്ല ഫാമിലി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കിട്ടിയിട്ടും നമ്മുടെ റൂക്കിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല. സോ സോളർ പേഴ്സിൻ്റെ കൂടെ ഒരു മിഷന് പോയിട്ട് ഷിബാക്കിയുടെ വൈഫാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം കാരണം ബോധം പോയി കിടക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ഷിബാക്കിക്ക് ഒരുപാടധികം വിഷമമാകുകയാണ്. സോ അങ്ങനെ രാത്രി നമ്മുടെ ഷിബാക്കിയുടെ വൈഫ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാടധികം സോൾ റിപ്പേഴ്സിനെ അങ്ങ് അവളുടെ സമ്പത്ത് യൂസ് ചെയ്ത് വെട്ടുകയാണ്. ഈ ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് അവിടുത്തെ സ്ക്വാഡ് മുഴുവനും അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ലൂട്ടനന്റ് ഞെട്ടുകയാണ്. ഷിബാക്കിയുടെ വൈഫിന് എന്താണ് പറ്റിയത്? ഇവൾ എന്തിനാണ് തൻ്റെ കൂട്ടാളികളെ തന്നെ വെട്ടുന്നത്? ഇവൾക്ക് എന്ത് പറ്റി? സോ ഇതേ സമയം തന്നെ ഷിബാക്കിയുടെ വൈഫ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സോ നമ്മുടെ പെട്ടെന്ന് വന്ന് നമ്മുടെ ഷിബാക്കി മനസ്സിലാക്കിയാണ് തൻ്റെ വൈഫിൻ്റെ മേളിൽ ഒരു ഹോളോ കയറിയിട്ടുള്ള ഒരു കാര്യം. എൻ്റെ വൈഫിൻ്റെ ബോഡിയിൽ കയറിയിട്ട് അത് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ സോൾ റിപ്പേഴ്സിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയിരിക്കുന്നത്. എൻ്റെ വൈഫിനെ ഒരു പപ്പറ്റ് പോലെയാണ് ആ ഹോളോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ, എനിക്ക് എൻ്റെ വൈഫിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ തരും. എൻ്റെ വൈഫിനെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മുടെ ഷിബാക്കി പറയുന്നു. സോ ഇത് കേട്ട ക്യാപ്റ്റൻ ഉട്ടക്കാട്ട പറയുകയാണ്, ഞാൻ നിന്നെ ഇതിന് സമ്മതിക്കാം, പക്ഷേ നിൻ്റെ കൂടെ ഞാനും അതുപോലെ തന്നെ റൂക്കിയും വരും. ഞങ്ങളുടെ ഓർഡർ അനുസരിച്ച് മാത്രമേ നീ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ അത് നമ്മുടെ ഷിബാക്കിയും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവരെല്ലാവരും വൈഫ് പോയ സ്ഥലത്തിലോട്ടുള്ള ആ ജംഗിളിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷിബാക്കിയുടെ വൈഫൊന്നും കാണുന്നില്ല. അതിന് പകരം ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു ഹോളോനെയാണ് അവർ കാണുന്നത്. ഈ ഹോളോനെ കണ്ട് നമ്മുടെ ഷിബാക്കി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഈ ഹോളോ ആണോ എൻ്റെ വൈഫിൻ്റെ അടിയിൽ കയറിയിട്ട് എൻ്റെ വൈഫിനെ കൺട്രോൾ ചെയ്ത് സോൾ റിപ്പേഴ്സിനെ എല്ലാവരെയും കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഹോളോനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇതേ സമയം തന്നെ ആ ഹോളോ പറയുകയാണ്, ഞാൻ തന്നെ ആടാ നിൻ്റെ ഭാര്യയുടെ ഉള്ളിൽ കയറി കൺട്രോൾ ചെയ്ത് ഒരുപാടധികം സോൾ റിപ്പേഴ്സിനെ കൊന്നത്. അതെന്ത് രസമായിരുന്നല്ലോ, കൊണ്ടല്ലോ അത് വേറല്ലോ. ഇതേ സമയം തന്നെ ഇതെല്ലാം കേട്ട് ഒരുപാടധികം ദേഷ്യം വന്ന നമ്മുടെ ഷിബാക്കി ആണെങ്കിൽ വളരെയധികം സ്പീഡിൽ വന്നിട്ട് ആ ഹോളോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ടെൻഡക്കിൾസ് വന്നിട്ട് നമ്മുടെ ഷിബാക്കിയുടെ വാളങ്ങ് പൊട്ടിച്ച് കളയുകയാണ്. സോ ഇതേ സമയം തന്നെ ആ ഹോളോ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ബോഡി കുറച്ച് സ്പെഷ്യലാണ്, എന്നെ തൊടുന്ന എല്ലാ സോൾ റിപ്പേഴ്സിൻ്റെ സമ്പത്തും തന്നെ ഡിസ്ട്രോ ആയി പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിബാക്കിനെ ആക്രമിക്കുകയാണ്. ഫൈറ്റ് മുഴുവനായിട്ടും നമ്മുടെ ഉട്ടക്കാട്ടയും അതുപോലെ തന്നെ റൂക്കിയും അവിടെ നിന്ന് കാണുന്നുണ്ട്. ഷിബാക്കി അപകടത്തിലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ റൂക്കി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഉട്ടക്കാട്ട റൂക്കിയെ അതിൽ നിന്ന് തടയുകയാണ്. ലോകത്ത് 2 തരത്തിലുള്ള ബാറ്റിൽ ഫീൽഡ്സ് ആണുള്ളത്. ഒന്ന് മറ്റുള്ളവരെ സംരക്ഷിക്കാനും, 2 സ്വന്തം അഭിമാനം സംരക്ഷിക്കും. ഈ ബാറ്റിൽ അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബാറ്റിലാണ്. സോ ഇതിൽ നമ്മളിപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയാൽ
അവനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഷിബാക്കി ആ ഹോളോനെ ഡിഫീറ്റ് ചെയ്തു. ഇതേ സമയം തന്നെ നമ്മുടെ ഷിബാക്കി ആണെങ്കിൽ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യുകയാണ് ആ ഹോളോയുമായിട്ട് പിടിച്ചു നിൽക്കുക. മാത്രമല്ല അവന് ഒരുപാടധികം മുറിവുകളും ഉണ്ടാകുന്നുണ്ട്. അവന് സമ്പത്തും. എനിക്ക് തോന്നുന്നു നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് പോയിന്റ്ലെസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ വൈഫിനെ കൺട്രോൾ ചെയ്തതുപോലെ ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിബാക്കിയുടെ അകത്തേക്ക് കയറുകയാണ് ആ ഹോളോ. സോ ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ റൂക്കിയെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. സോ നമ്മുടെ ഷിബാക്കി ഇപ്പോൾ ഒരു ഹോളോ ആയി മാറിയിരിക്കുന്നു. സോ ഷിബാക്കി ഹോളോ ആയി മായ ഉടനെ തന്നെ നമ്മുടെ റൂക്കിയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ഉട്ടക്കാട്ട് അവനെ തടയുകയാണ്. എന്നിട്ട് നീ പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകാനും അതുപോലെ തന്നെ നീ ഇപ്പോൾ ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ നിനക്ക് ഇൻഷുർഡ് ആകുന്നെന്നും പറയും. സോ ഇത് കേട്ടോടെ തന്നെ നമ്മുടെ റൂക്കി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഹോളോ പറയുകയാണ്, നീ ഒരുപാടധികം പവർഫുൾ ആണല്ലോ, എനിക്ക് നിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് അത്രയ്ക്കൊന്നും സാധിക്കുന്നില്ല. ഇവൻ്റെ ബോഡി വിട്ടിട്ട് എനിക്ക് നിങ്ങളുടെ ബോഡിയിലോട്ട് കയറാൻ വേണ്ടി തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അത് പറ്റത്തില്ല. മാത്രമല്ല വേറൊരു ബോഡിയിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞാലേ എനിക്ക് വേറെ ബോഡിയിലോട്ട് എൻ്റർ ആവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമ്മുടെ ഉട്ടക്കാട്ടയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരികയാണ്. ഈ ഹോളോനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയാണ്. തന്നെ ഒരുപാടധികം ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഹോളോനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഉട്ടക്കാട്ട. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉട്ടക്കാട്ട ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെയായിരുന്നു ഒരുപാടധികം ചോര അങ്ങേര് തുപ്പുന്നത്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. നമ്മുടെ ഉട്ടക്കാട്ടയ്ക്ക് എന്തോ ഒരു തരത്തിലുള്ള ഡിസീസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഉട്ടക്കാട്ട ചോര തുപ്പുന്നത്. സോ ഇതേ സമയം തന്നെ അവിടെ ഹോളോനെ കാണുന്നില്ല. നോക്കുന്ന സമയത്ത് നമ്മുടെ ഉട്ടക്കാട്ടനെ മേളിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി ആ ഹോളോ ചാടി വരികയാണ്. എന്നാൽ പെട്ടെന്ന് വന്ന നമ്മുടെ റൂക്കിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും അവളുടെ സമ്പത്ത് അങ്ങ് മേളിലേക്ക് വീശുകയാണ്. സോ അങ്ങനെ ആ ഷിബാക്കിയാണെങ്കിൽ അവിടെ വെച്ച് മരിക്കുകയാണ്. സോ മരിക്കുന്നതിന് മുമ്പ് ബാക്കി പറയുകയാണ്, ഒരുപാടധികം നന്ദിയുണ്ട് റൂക്കിയെ, നീ എന്നെ കൊന്നത് എന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ ഉപദ്രവിച്ചവനെ. സിറ്റുവേഷൻ കാരണം റൂക്കിക്ക് ഒരുപാടധികം വിഷമമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. സോ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മുടെ റൂക്കിയ വീണ്ടും വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ക്യോച്ചിക്കിനെ ഉട്ടക്കാട്ട വിളിക്കുകയാണ്. എൻ്റെ സിസ്റ്ററിനെ കുറച്ച് മണിക്കൂറിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നീ എന്തെങ്കിലും ചെയ്ത് അവളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്ക്. എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം തെറ്റ് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ശിക്ഷ ലഭിച്ചത്. ചുമ്മാ ഒന്നുമല്ല അവൾക്ക് ശിക്ഷ ലഭിച്ചത്. ഇതേ സമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഉട്ടക്കാട്ട വയ്യാതായിട്ട് ചോര ചുമച്ച് തുപ്പുകയാണ്. കേട്ടാ, നിനക്കിനി ഒരുപാട് കാലമൊന്നുമില്ല, കണ്ടില്ലേ നീ ചോര തുപ്പുന്നത്, നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക എന്ന് ബാക്കിയ കുച്ചിക്ക് പറയുന്നു. അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 49ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ എനിക്ക് അറിയാം, ഞാൻ ഒരുപാട് നാളായി വീഡിയോസ് കേട്ടിട്ടുണ്ട്. എനിക്കൊന്നൊരു 3 ദിവസവും കണ്ടായി, ഒരുപാട് നാളായില്ല, കുറച്ച് ദിവസങ്ങളായി. സോ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതിനെ കൊണ്ട് എൻ്റെ പനി മാറിയിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് പനി വന്നത് പറഞ്ഞില്ലായിരുന്നോ, പക്ഷേ അത് മാറിയിട്ടില്ല. ഞാൻ ഒരുപാടധികം ചുമയാണ്, ഭയങ്കര ചുമയാണ്, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, എനിക്ക് അങ്ങ് ഉറങ്ങാൻ തോന്നും എപ്പോഴും. സോ അതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നത്. സാധാരണ ഈ ബ്ലീച്ചിൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് 1 to 2 hours എടുക്കത്തുള്ളൂ. ഇതെനിക്ക് 4 hour എടുത്തു. കാരണം അതുപോലെ കിടന്നങ്ങ് ചുമയ്ക്കുവാണ് ഞാൻ കിടന്ന്. എനിക്ക് കുറച്ച് ചർച്ചിൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അത് 4 മണിക്കാണ് തീർന്നത്. ഞാൻ അവിടെ 4:30 ആയപ്പോഴത്തേന് വീട്ടിൽ വന്നു. സോ അത് ആ 4:30 തൊട്ട് ഇപ്പം 8:15 ഇതുവരെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാനിതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. സോ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന റെക്കോർഡ് ചെയ്യുകയാണ്. സോ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ ഇന്ന് ഞാൻ 3 വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചേ. പക്ഷേ ഞാൻ 3 ദേശീയ വിൻ ബ്രേക്കറിൻ്റെ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് വരുമെന്ന്. പക്ഷെ നാളെയാണ് വരുന്നത്, നാളെ വൈകിട്ട് 10:30 വരുന്നത്. സോ അത് നാളെ ചെയ്യാവുന്നതായിരിക്കും വിൻ ബ്രേക്കർ. നാളെ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് നാളെ ചെയ്യുന്നത്. സോ ഇന്നൊരു വീഡിയോ കൂടി ഇടാൻ നോക്കാം. അപ്പോൾ ബൈ.